കാട്ടുപന്നി ശല്യത്തിൽ ഏറ്റുമുട്ടി കർഷകരും മുക്കം നഗരസഭയും. കാട്ടുപന്നികളെ കൊല്ലാൻ നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങുമെന്നും കർഷകർ പറയുന്നു. സെപ്റ്റംബർ 11 നഗരസഭാ ചെയർമാൻ കർഷകരെ വിളിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ടേഴ്സിനെ റെഡിയാക്കി പകൽ പന്നിവേട്ട നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പന്നിവേട്ടയിൽ നിന്നൊക്കെ നഗരസഭ അധികൃതർ പിന്മാറുകയും തുടർന്ന് ഞങ്ങൾ ശക്തമായിട്ട് നഗരസഭയുടെ മുന്നിൽ 4 ദിവസം നിരാഹാര സമരം നടത്തി. പക്ഷേ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. പക്ഷേ ഈ ഉറപ്പുകളൊക്കെ ചെയർമാൻ ലംഘിച്ച് കർഷകരെ ഒരു വിലയും കൊടുക്കാത്ത ആളുകളായി മാറ്റിക്കൊണ്ട് ഞങ്ങളെ ഈ സമരത്തിലേക്ക് വലിച്ചിഴക്കിയ ചെയർമാൻ ചെയ്തിരിക്കുന്നു. മുക്കം നഗരസഭയിൽ പന്നികൾ ഇല്ലായ്മ ആകുന്നതുവരെ ഞങ്ങളെ പ്രതിഷേധ സമരം ഞങ്ങൾ തുടരും. ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ കർഷക കൂട്ടായ്മയിൽ ഞങ്ങളിവിടെ ഓരോരോ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് കർഷകരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ കർഷകരുടേത് രാഷ്ട്രീയ നീക്കമെന്നാണ് നഗരസഭയുടെ വാദം. അതിനൊന്നും ഒരു പ്രയാസമില്ല. ആർക്കും മത്സരിക്കാം, ഏത് കർഷകർക്കും മത്സരിക്കാം, അതൊന്നും പ്രയാസമില്ല. ഈ കർഷകർക്ക് വേണ്ടി നഗരസഭ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 7 ലക്ഷം രൂപ സബ്സിഡിയാണ് ഫെൻസിങ്, സോളാർ ഫെൻസിങ് സ്ഥാപിച്ച് 100% ഫണ്ട് ചെലവഴിച്ചിട്ടുള്ള ഈ കാർഷിക മേഖലയിൽ ഒരു നഗരസഭയാണ്. ഇതൊരു പൊതുവായിട്ട് എല്ലാ മേഖലയുള്ള ഒരു വിഷയമാണ് പന്നിയുമായി ബന്ധപ്പെട്ടുള്ളത്. അത് നിയമാനുസൃതമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പോകുന്നത്. പക്ഷേ പന്നിവേട്ട നടക്കാറുണ്ട്, പന്നീനെ കൊല്ലാറുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ തന്നെ. പക്ഷെ വലിയൊരു ഗ്യാങ്ങായിട്ട് പോയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. സിനോസ് തോമസ് ചേരുന്നു നമുക്കൊപ്പം. സിനോസ് തോമസ്, കൊല്ലാമെന്ന് പറഞ്ഞു, പക്ഷേ സമയം വേണമെന്ന് പറയുന്നു. ഈ തർക്കത്തിനൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും ഇറക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സുജയഭാരതി, ഗുഡ് ഈവനിങ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഓരോ നാട്ടിലെയും പ്രാദേശിക വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടും. മുക്കം നഗരസഭയിൽ കാട്ടുപന്നിയാണ് വിഷയം. കാരണം കഴിഞ്ഞ 1.5-2 മാസത്തോളമായി കർഷകർ സമരത്തിലാണ്. നഗരസഭ ഓഫീസ് ഉപരോധിച്ചു, റിലേ നിരാഹാര സമരം നടത്തി. ഇന്നലെ മുക്കം നഗരത്തിൽ പ്രകടനം നടത്തി. കർഷകരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യമെന്ന് പറയുന്നത്. കാരണം സമീപ പഞ്ചായത്തുകളിലും മറ്റ് ജില്ലകളിലൊക്കെ തന്നെ പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് കുറേ ഷൂട്ടർമാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ വേട്ടനായ്ക്കളൊക്കെ തന്നെ കൊണ്ടുവന്ന് കാട്ടുപന്നികൾ നാട്ടിലുള്ള സ്ഥലങ്ങളിൽ ഈ പന്നികളെ കൂട്ടത്തോടെ കൊല്ലുന്ന രീതിയുണ്ട്. സ്പെഷ്യൽ ഡ്രൈവ് നടത്താറുണ്ട്. ആ രീതിയിലുള്ള സ്പെഷ്യൽ ഡ്രൈവ് മുക്കം നഗരസഭയിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്നും കാട്ടുപന്നിനെ പല സ്ഥലങ്ങളിലും മുക്കം നഗരസഭയിൽ കൊന്നിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തോടുള്ള ഡ്രൈവ് ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഡ്രൈവ് നടത്തി കാട്ടുപന്നികളെ കൊല്ലണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊരു ഭീഷണി കർഷകർ മുഴക്കിയിരിക്കുന്നത്. പക്ഷേ നഗരസഭ പറയുന്നു ഇത് വെറും രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്ത് പറയുന്നതാണെന്ന് പറയുന്നു. പക്ഷേ അവർ കർഷകരുടെ പേരിൽ തന്നെയാണ് സമരം ചെയ്യുന്നത്. ഇന്നലെയും സമരമുണ്ടായിരുന്നു. അവർ സമരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തന്നെ ഈ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യും. കാരണം തോക്ക് ലൈസൻസ് ഉള്ള ഒരു തോക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കാട്ടുപന്നികളെ കൊല്ലാൻ കഴിയില്ല. അതിന് മുൻപ് തന്നെ കാട്ടുപന്നികളെ പരമാവധി കൊന്നു തീർക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുക്കം നഗരസഭയിലാണ് ഈ വിഷയമൊക്കെ നടക്കുന്നത്. അത് വോട്ട് വിഷയമായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.